എങ്ങനെയുണ്ട്? പൾസ് നോർമലാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണം. ബോധം തെളിഞ്ഞാൽ എന്നെ വിവരം അറിയിക്കണം. സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞ സേവനോട്. സർ, ഇപ്പൊ എവിടെ ഉണ്ടാവൻ? മദർ ഹോസ്പിറ്റൽ. വിളിക്കടാ. ഹോസ്പിറ്റലിലേക്കോ? നിന്റെ ഡിവൈഎസ്പി ജേക്കബിനെ വിളിക്കാൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ സേവരെ? ഇന്നലെ രാത്രി അഡ്മിറ്റ് ആയ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പോലീസുകാർ വന്നിട്ടുണ്ട്. പോലീസ് കേസ് ആയതുകൊണ്ട് അയാൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന്. അയാൾക്ക് ബോധം വീണോ? ബോധം വീണില്ല. നമ്മൾ പോലീസിൽ അറിയിച്ചിരുന്നതാ. ഒരു റിക്വസ്റ്റ് ലെറ്റർ എഴുതി വാങ്ങിയിട്ട് ഡിസ്ചാർജ് ചെയ്തോളൂ. ശരി സർ. എന്താ ഇത്? കൊണ്ടുപോകാൻ പോലീസ് വന്നിക്കണം. ബോധം വേണോ? ഇല്ല സർ, രോഗിയെ കൊണ്ടുപോകാനുള്ള ലെറ്റർ വന്നിട്ടുണ്ട്. അത് മനസ്സിലായി. ആര് പറഞ്ഞാ കൊണ്ടുപോകുന്നേ? ഞാനാ പറഞ്ഞത്. ഈ തലവേദനയൊക്കെ നമ്മളെന്തിനാ ചോക്കുന്നത്? അവരെവിടെയും കൊണ്ടുപോട്ടെ. ആ ഡിവൈഎസ്പി ജേക്കബാണ് വന്നിരിക്കുന്നത് കൊണ്ടുപോകാൻ. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് രോഗിയുള്ളത്. ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്തെങ്കിലും സംഭവിച്ചാലല്ല സംഭവിപ്പിക്കും. പിന്നെ ചേട്ടനും അനിയനും അതിന്റെ പുറകെ തൂങ്ങാം. ഈ ജന്മം മുഴുവൻ കോടതി കയറി ഇറങ്ങിയാലും തീരില്ല. പിന്നെ നാട്ടുകാരുടെ പക വേറെ. കൊണ്ടുപോയി വാടിക്കെടുത്ത് നിർത്താൻ. ആംബുലൻസ് കയറ്റ്. പറഞ്ഞത് കേട്ടില്ലേ? ഇയാൾ ആംബുലൻസ് കയറ്റാൻ. അയാൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസ് കേസ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കേണ്ട കാര്യമില്ലല്ലോ. അതറിയാം സാർ. ക്യാൻവാസ് ചെയ്ത് പേഷ്യന്റിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നൊന്നുമല്ല. മനുഷ്യത്തെ ഓർത്തൊരു അല്പം ജീവകാരുണ്യം കാണിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഉത്തരവാദിത്തപ്പെട്ടവർ വരുമ്പോ വിട്ടുകൊടുത്തൂടെ? അതെനിക്കൂടെ ബോധ്യപ്പെടണ്ടേ? നിങ്ങൾ തന്നെയല്ലേ കംപ്ലൈന്റ് ചെയ്തത്? ആളെ വിളിച്ചു വരുത്തിയിട്ട് താനെന്താ ഞങ്ങളെ ആക്കുന്നു? ആക്കാൻ നിന്നാ പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യണം? സാർ, അയാളെ ഇപ്പൊ തന്നെ കൊണ്ടുപോകണം. എന്താ അത്ര നിർബന്ധം? ബോധം വീണിട്ട് നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോകൂടെ? ന്യായീകരണമൊന്നും വേണ്ട. ബലം പ്രയോഗിക്കേണ്ടി വന്നാലും ശരി, പേഷ്യന്റ് ഞങ്ങൾ കൊണ്ടുപോകാനും ചെയ്യും. കൊണ്ടുപോയിക്കോളൂ, യാതൊരു വിരോധവും ഇല്ല. പക്ഷേ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ കുറിപ്പടി കൊണ്ടൊന്നും പറ്റില്ല. ഇനി 24 മണിക്കൂറെങ്കിലും വേണം പേഷ്യന്റിന് ബോധം തെളിയാൻ. വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. സർവൈവൽ ചാൻസ് 5% ഉള്ളൂ. ഈ കണ്ടീഷനിൽ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് വളരെ റിസ്ക്കാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഡോക്ടറെ തറപ്പിച്ച് പറഞ്ഞിട്ടും ഞാൻ എന്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ റിസ്കിൽ പേഷ്യന്റിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് സീല് ചെയ്ത് 4 സാക്ഷികളുടെ ഒപ്പും വിട്ട് തന്നിട്ട് പേഷ്യന്റിനെ എവിടെ വേണേ കൊണ്ടുപോകും. ചേട്ടൻ റിക്വസ്റ്റ് ലെറ്റർ ചോദിച്ചു, അത് കൊടുത്തു. അനി എന്താ ഇപ്പൊ ഇങ്ങനെ? ഇതൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. മിസ്റ്റർ ജേക്കബ്, മൂക്കിന് താഴെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായതുകൊണ്ട് മാത്രം ആണാവില്ല. അതുകൊണ്ട് കിടത്തോ. ട്രാഫിക് ബ്ലോക്കേഴ്സ് അറിയാലോ സാർ. വാതി കയറി പ്രതിയാവും. വേണ്ടാത്ത പുലിവാലിനൊന്നും പോകണ്ട സാർ. അവനൊന്ന് വിരട്ടിയപ്പോ താൻ ആകെ വിരണ്ടു പോയി അല്ലേ? അവൻ ആരാണെന്ന് തന്റെ വിചാരം? ഈ കൂറ പിടിച്ച് യൂണിഫോമും തൊപ്പിയും വലിച്ചറിഞ്ഞിട്ട് വല്ല ഭജനയ്ക്കും പോയിക്കോട്ടെ. എനിക്ക് എടുക്കണേ ഒരു വരി പോക്കറ്റ് ഞാൻ പറയരുത് കേട്ടോ. താൻ പറയുന്ന പോലെ അവനെ ഭയന്നിട്ടൊന്നുമല്ല. 2 പൊട്ടിച്ചവനെ കൊണ്ടുവരാൻ കഴിയാഞ്ഞിട്ടുമല്ല. പക്ഷെ തൂങ്ങുന്നത് ഞാനാ. താനങ്ങ് പൊടി തട്ടി പോവുകയും ചെയ്യും. എന്താ ജേക്കബ് ഇത്? നിലവിട്ട് പല ഉപകാരങ്ങളും താൻ എനിക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും എടുക്കൂടെ മറന്നിട്ടില്ല, മറക്കുകയില്ല. ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി, ക്ഷമിക്കേ. ഒരിക്കലും ചെന്നുപെടാൻ പാടില്ലാത്തവന്റെ അടുക്കൽ തന്നെയാ അവൻ എത്തിയിരിക്കുന്നത്. അവൻ വാ തുറന്നാൽ എന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നമാകും. ലെറ്റ് ഹിം നോട്ട് ഓപ്പൺ ഹിസ് മൗത്ത്. Yes, Nandu here. പുലർച്ചെ
പ്രാവശ്യം 4-4:30 മണിക്ക് അയാൾക്ക് ബോധം വീണ്. അപ്പം ഞാൻ ചായ കൊണ്ട് കൊടുത്ത് അത് അയാൾ കുടിച്ച്. പിന്നെ ഒരു 6-6:30 മണിക്ക് സിസ്റ്റർ ടെമ്പറേച്ചർ നോക്കാൻ പോയപ്പോൾ അല്ലേ സിസ്റ്ററെ, അയാൾ കാണാനില്ല. ഹോസ്പിറ്റലിൽ മുഴുവൻ തെരഞ്ഞു നോക്കി. പിന്നെ ഞാൻ സാറിനെ വിവരം അറിയിച്ചത്. വേറെ വല്ല പണിക്കുമ്പോ കൂടെ എനിക്കൊക്കെ 10-20 സ്റ്റാഫും പരിവാരങ്ങളും സന്നാഹമുള്ള സ്ഥലത്ത് ഒരുത്തിന് അപ്രത്യക്ഷനായെന്ന് നാണല്ലോ പറയാൻ. ആരായിരുന്നു സെക്യൂരിറ്റി ചാർജ്? അത് എന്തിനാണ് നീയൊക്കെ ഈ വേഷം കിട്ടി നടക്കുന്നത്? അവനെ കൊണ്ടുപോകാനെന്നല്ല പോലീസുകാർ വന്നപ്പോ വിട്ടുകൊടുക്കാൻ ഞാൻ പറഞ്ഞതാ. അപ്പൊ വലിയ ഡോക്ടറുടെ ഈഗോ പുറത്തിയാടി. ഓരോന്ന് ഉണ്ടാക്കി വെക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. ആ പോലീസ് ഓഫീസർ പറഞ്ഞതുപോലെ എടുത്തും കൊണ്ടുവന്നാൽ ഞാൻ എന്ത് സമാനം പറയടോ? എന്ത് സമാനം പറയുന്ന? സോറി മിസ്റ്റർ നന്ദകുമാർ, ഇന്നലെ ഞാൻ നിങ്ങളോട് അല്പം ബോറായി പെരുമാറി. അപ്പോഴത്തെ ആവേശത്തിൽ ഈ ഫോർമാലിറ്റീസ് ഒക്കെ അങ്ങ് മറന്നു. പറഞ്ഞ പോലെ എല്ലാം എഴുതിയിട്ടുണ്ട്. 4-8 സാക്ഷികളെ കൊണ്ട് ഒപ്പിടിച്ച് അയാളെ വേഗം വിട്ടുതരൂ. ചേരടോ, പോയി കൊണ്ടുപോവാ. യെസ് സർ. സാർ അയാൾ മിസ്സിംഗ് ആണ്. മിസ്സിങ്ങോ? എന്താ ആളെ കളിയാക്കുക? അല്ല സർ, അയാളെ കാണാനില്ല. 5% മാത്രം സർവൈവൽ ചാൻസ് ഉള്ളവൻ ഇരുന്ന ഇരിപ്പിൽ കാണാതായെന്നോ? അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. ഒരെണ്ണത്തിനെ ഞാൻ വിടില്ല. സത്യമാണ് സാർ ഞാൻ പറഞ്ഞത്. പേഷ്യന്റ് മിസ്സിംഗ് ആണ്. സാറിന് വേണമെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ മുഴുവൻ സെർച്ച് ചെയ്യാം. അതിനൊന്നും എനിക്ക് സമയമില്ല. അല്ലാതെ തന്നെ എന്റെ മുന്നിൽ നിങ്ങൾ അവനെ ഹാജരാക്കും. അതിനുള്ള വഴി എനിക്കറിയാം. അവന്റെ പുറകെ കൊലയാളികളായിരുന്നു. നിങ്ങൾ അവനെ അവർക്ക് വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങി അവർ പറഞ്ഞിട്ട് നിങ്ങൾ അവനെ കൊന്നു സർ എന്ന് ഞാൻ പറയുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. സാർ ഞാൻ ഒക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. സാർ, ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത അന്തൻ ഡോക്ടറാണ്. ആർക്ക് വേണോടോ ആ ശമ്പളക്കാരനെ? ഹീസ് റെസ്പോൺസിബിൾ. നടക്കണോ? നടക്കാൻ. സാർ പിന്നെ ഇവിടുത്തെ ഡോക്ടറേമാരുണ്ടല്ലോ, അവരോട് പറഞ്ഞേക്ക് ഈ കേസിൽ സ്വയം വാദിച്ച് ജയിച്ച് പറ്റുമെങ്കിൽ ചേട്ടനെ പുറത്തു കൊണ്ടുവരാൻ.